ഏവർക്കും സുപ്രഭാതം. 150 സങ്കീർത്തനങ്ങൾ. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള സങ്കീർത്തനം ഏതെന്ന് ആളുകളോട് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ സങ്കീർത്തനങ്ങളായിരിക്കാം ഉത്തരമായിട്ട് പറയാൻ ഉണ്ടാവുക. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സങ്കീർത്തനം ഏത് എന്ന് ചോദിച്ചാൽ തിരഞ്ഞെടുക്കുന്നവയിൽ നിന്ന് ഒരെണ്ണം ഞാൻ പറയാം. അത് 133 സങ്കീർത്തനമാണ്. ഇതുപോലെ മനോഹാരിത തുളുമ്പി നിൽക്കുന്ന മറ്റൊരു സങ്കീർത്തനമില്ല എന്ന് ഞാൻ കരുതുകയാണ്. എന്താ ആ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത? സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവും എന്ന് പറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത്. ആ സങ്കീർത്തനത്തിൻ്റെ സഹോദരന്മാർ ഒരുമിച്ച് കൂടുന്ന മനോഹാരിതയെ ചൂണ്ടിക്കാണിക്കുവാൻ അവിടെ കൊണ്ട് കാണിച്ചിരിക്കുന്ന ഒരു ദൃഷ്ടാന്തമുണ്ട്. അത് ഇങ്ങനെയാണ്: സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹർമോന്യ മഞ്ഞ് പോലെയാകുന്നു. എന്താ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? സിയോൻ പർവ്വതത്തിലേക്ക് മഞ്ഞ് പുതഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ നാം ഏവരും കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതുപോലെ മഞ്ഞ് പുതഞ്ഞ് കിടക്കുക എന്ന് പറയുന്നത് പച്ചിലകൾ പോലും കാണാതെ, അവിടെയുള്ള കെട്ടിടങ്ങൾ കാണാതെ, കല്ലുകൾ കാണാതെ, എവിടെ നോക്കിയാലും വെള്ള പുതച്ച് കിടക്കുന്ന, പഞ്ഞിക്കെട്ടടുക്കി വെച്ചതുപോലെ കിടക്കുന്ന ഒരു കാഴ്ചയാണ്. അതാണ് വാസ്തവത്തിൽ യൂണിറ്റി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. സഹോദരന്മാർക്കിടയിൽ ഏറ്റവും അനിവാര്യമായിട്ട് കാണേണ്ടത് ആ യൂണിറ്റിയാണ്. അവിടെയാണ് യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. അതെ ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് യൂണിറ്റിയിൽ, ഐക്യതയിൽ മുന്നേറുവാൻ സർവശക്തൻ ഇന്ന് പകലിലും നമുക്ക് കൃപ നൽകി സഹായിക്കുമാറാകട്ടെ.